بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു വേട്ടക്കാരൻ കൊടുങ്കാട്ടിൽ വഴിതെറ്റുന്നുണ്ട്. ദിവസങ്ങളോളം അലഞ്ഞു തിരിയേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ഓറഞ്ച് മരം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറേ ഓറഞ്ചുകൾ അയാൾ ശേഖരിക്കുന്നുണ്ട്. ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം. ആ സന്തോഷം അദ്ദേഹത്തിന് അടക്കാനായില്ല. ഏറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ഭക്ഷണമായിരുന്നു അത്. രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ ആദ്യമുണ്ടായ അത്രയും സന്തോഷമുണ്ടായില്ല. ഓരോ ഓറഞ്ച് കഴിക്കുന്തോറും രുചിയും സംതൃപ്തിയും കുറഞ്ഞു വരുന്നുണ്ട്. ബാക്കി ഓറഞ്ചുകൾ അയാൾ വലിച്ചെറിയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാം നമുക്കിപ്പോഴും ഓർമ്മയുണ്ടോ? അതോ അതിലേതെങ്കിലും ഒന്നിനോട് നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? ഒരു കാലത്ത് അന്ന് ലഭിക്കപ്പെട്ട അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ പ്രയാസത്തിലായി മാറിയേനെ. ചില ആളുകൾ ചില നേരം നമ്മുടെ അരികിൽ സഹായവുമായി എത്തും. അതേ മനുഷ്യനോട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പറയില്ലേ, അന്ന് നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായേനെ. സാമ്പത്തികമായി വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ചിലർ പണവുമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. ചിലർക്ക് ഒരിക്കലും ആ അവസ്ഥയെയും വ്യക്തിയെയും മറക്കാനാവില്ലല്ലോ. ഇതുപോലെയല്ല ജീവിതത്തിൽ ലഭിക്കപ്പെട്ട പല അനുഗ്രഹ വസ്തുക്കളും. കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെയെല്ലാം കാലാവധി തീരും. എന്നാൽ കാലാവധി തീർന്നതിന് ശേഷം ഒരിക്കലും അതുമായുള്ള ബന്ധത്തെ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയരുത്. കാരണം എന്താണെന്നറിയോ? ഒരു നാൾ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ആത്മാർത്ഥതയോടുകൂടി കാണാൻ കഴിയണം. നോമ്പിൻ്റെ അവസാനത്തിൽ ഒരിറ്റ് ദാഹജലം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി എത്തുമ്പോൾ അന്ന് അനുഭവിക്കുന്ന അനുഭൂതി എത്രയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ അതൊരല്പനേരത്തേക്കുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ലട്ടോ, കാലങ്ങളോളം ഓർത്തിരിക്കാനുള്ള വല്ലാത്ത ഒരു പാഠമാണ് അതിനകത്തുള്ളത്. വെള്ളം നൽകുന്ന ഒരു സൃഷ്ടാവ്, വിശക്കുമ്പോൾ ഊട്ടുന്ന ഒരു സൃഷ്ടാവ്, അകലുമ്പോൾ അടുക്കുവാനുള്ള മാർഗം കാണിക്കുന്ന ഒരു സൃഷ്ടാവ്. അവൻ തന്ന അനുഗ്രഹങ്ങൾ പഴക്കം ചെന്നാലും പുതുമയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അനുഗ്രഹങ്ങളൊന്നും തന്നെ കാലഹരണപ്പെട്ടു പോകരുത്. എത്ര നാളുകൾ കഴിഞ്ഞാലും അനുഗ്രഹം അനുഗ്രഹമല്ലാതായി മാറുന്നില്ല. നമ്മളതിനെ സ്വീകരിക്കുന്ന നിലപാടുകളിലാണ് പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പേനയുടെ മഷി തീർന്നാലും ഒരു കാലത്ത് ആ പേനയില്ലായിരുന്നുവെങ്കിൽ പല എഴുത്തുകളും ഈ ലോകത്തിന് സമ്മാനിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഓർക്കാറുണ്ടോ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിക്കാതെ തന്നെ തീരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൃത്യമായി നൽകുന്ന ഒരു നാഥനെ. നമ്മെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളത് അവനല്ലേ. കാലുകൾ മുറിച്ചു മാറ്റണമെന്ന വൈദ്യരുടെ നിർദ്ദേശത്തെ അനുസരിക്കുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതിനുശേഷം പറയുന്ന ഒരു വാക്യമില്ലേ, എനിക്ക് നാഥൻ 2 കാലുകൾ നൽകിയിരുന്നു, അതിലൊന്ന് തിരികെ എടുക്കുകയും ചെയ്തു, ഒന്ന് ഇപ്പോഴും എൻ്റെ അരികിൽ തന്നെയുണ്ട്. നമുക്ക് നഷ്ടമായതൊന്നും പൂർണ്ണമായ ഒരു നഷ്ടമല്ല. നമ്മെയും കാത്ത് മറ്റൊന്ന് കരുതി വെക്കുന്ന ഒരു നാഥനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ലഭിച്ചു എന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ പലർക്കും ഇപ്പോഴും സ്വപ്നങ്ങൾ മാത്രമാണ്. പലരും സ്വപ്നം കാണുന്ന ആ അനുഗ്രഹങ്ങളെയെല്ലാം ജീവിതത്തിൽ വല്ലാത്ത സന്തോഷത്തോടുകൂടി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. അമ്പെയ്യുന്നവൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താൻ ഈ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണ്ടേ? യാതൊരുവിധ ചെലവുമില്ലാതെ ദിവസത്തിൽ 200 ലിറ്റർ രക്തം ശുദ്ധിയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കിഡ്നിയുടെ ധർമ്മം മാത്രം മതിയാകില്ലേ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളെന്ന കാര്യം ബോധ്യപ്പെടാൻ? വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാക്യമില്ലേ, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.